عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഉത്തരം ലഭിക്കുന്ന മജ്ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാഖമാര് ഇറങ്ങി സംബന്ധിക്കുന്ന മജ്ലിസുകളിൽ അല്ലാഹു തആല ഈ മജ്ലിസ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്തുള്ള, ബദരീങ്ങളുടെ മദതുള്ള മജ്ലിസായി അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനാക്കി തെരുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ വയസ്സിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമ്മെ ഈ നശ്വരമാകുന്ന ഭൂമി ലോകത്തേക്ക് പടച്ച് അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ഞാൻ പടച്ചയച്ചിരിക്കുന്നത് എന്തിനാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുവർഗത്തെയും എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരാകുന്ന നമ്മുടെ മുമ്പ് ഈ ഭൂമി ലോകത്ത് വസിച്ചിരുന്ന ജീവികളാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. മനുഷ്യരാകുന്ന നമ്മെ മണ്ണുകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചതെങ്കിൽ ജിന്നുകളാകുന്ന വർഗത്തെ അല്ലാഹു തീ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യരെക്കാൾ ചില കാര്യങ്ങൾ ആ ജിന്നുകൾക്ക് അല്ലാഹു തആല പ്രത്യേക കഴിവ് നൽകിയിട്ടുണ്ട്. ജിന്നുകളെ നമുക്ക് കാണാൻ കഴിയില്ല. ജിന്നുകളെ നമുക്ക് കാണാൻ കഴിയില്ല. ആ ജിന്നുകൾക്ക് നമ്മെ കാണാൻ കഴിയും. ജിന്നുകൾക്ക് എല്ലാ രൂപങ്ങളും സ്വീകരിക്കാൻ കഴിയും. നായയുടെയും പന്നിയുടെയും എന്ന് വേണ്ട ഏത് വസ്തുവിന്റെ രൂപവും സ്വീകരിക്കാൻ ജിന്നുകൾക്ക് അല്ലാഹു തആല കഴിവ് നൽകിയിട്ടുണ്ട്. ആ ജിന്നുകളും നമ്മെ പോലെ തന്നെ മുക്കല്ലഫീങ്ങളായ ആളുകളാണ്. അവർക്ക് നിസ്കാരമുണ്ട്, അവർക്ക് നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്. എല്ലാ ഇബാദത്തുകളും ആ ജിന്ന് വർഗത്തിനും അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ജിന്നുകൾ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അവർ ഭൂമിയിൽ ഫസാദുകൾ ഉണ്ടാക്കി, കുഴപ്പങ്ങൾ ഉണ്ടാക്കി, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കി, പരസ്പരം അക്രമങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കിയിട്ട് ആ ജിന്നുകളെ ആട്ടി ഓടിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അവരെ കടലുകളിലേക്ക് അല്ലാഹു തആല ആട്ടി ഓടിച്ചു. അതുപോലെ തന്നെ വലിയ മലകളിലേക്ക് അല്ലാഹു തആല മലക്കുകളെ വിട്ട് അവരെ ആട്ടി പായിപ്പിച്ചു. അതിനുശേഷം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരായി വന്ന് അവിടുത്തെ ഖുർആൻ പാരായണം കേട്ട് ചില ജിന്നുകൾ വന്നു. അവർ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. വിശ്വസിച്ച ആളുകൾ അവരാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. വിശ്വസിക്കാത്ത ആളുകൾക്കാണ് ശൈത്താൻ എന്ന് നമ്മൾ പറയുന്നത്. ആ ശൈത്താനാകുന്ന ആ ജിന്നുകൾ അല്ലാഹുവിന്റെ കോപം ലഭിച്ച ഇബ്ലീസിന്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഇബ്ലീസിൽ നിന്ന്, ആ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കാൻ അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മോട് പറഞ്ഞതായിട്ട് കാണാം. മനുഷ്യരായ നമ്മെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഇബാദത്തുകൾ മുടക്കുക എന്നതാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ലക്ഷ്യം. നമ്മുടെ ഇബാദത്തുകൾ മുടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിന് അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തു.
അതൊക്കെ മലക്കുകളുടെ മുന്നിൽ വന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുവന്ന് മലക്കുകളോട് ചോദിച്ചു, ഈ കാണുന്ന വസ്തുക്കളുടെ പേരെന്താണ്? മലക്കുകൾക്ക് അതിന്റെ പേര് പറയാൻ കഴിഞ്ഞില്ല. മലക്കുകൾ പറഞ്ഞു, റബ്ബേ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്കറിയില്ല. ആ മലക്കുകളുടെ മുന്നിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ആദമേ, ഈ വസ്തുക്കളുടെ പേരുകളൊന്ന് പറഞ്ഞു കൊടുക്കണം. ഈ മലക്കുകൾക്ക് ഈ വസ്തുക്കളുടെ പേരുകളൊന്ന് പറഞ്ഞു കൊടുക്കണം. ആദം നബി അലൈഹിസ്സലാം ഓരോ വസ്തുവിന്റെയും പേരുകൾ പറയാൻ തുടങ്ങി. ഓരോന്നും എണ്ണി എണ്ണി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യം പറയുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഇത് കഞ്ഞി കുടിക്കാനുള്ള കൈലാണ്, ഇത് കഞ്ഞി വെക്കാനുള്ള കലമാണ്, ഇത് കറി വെക്കാനുള്ള പാത്രമാണ്, ഇത് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റ് ആണ്. ഇങ്ങനെ ഈ ഭൂമിലോക വന്ന ഈ ഭൂമിലോകത്തിന് വരാനിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും പേരുകൾ ആദം നബി അലൈഹിസ്സലാം മലക്കുകൾക്ക് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, മലക്കുകളെ, ആദം അലൈഹിസ്സലാം ഇതാ നിങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ഉസ്താദാണ്, ഗുരുനാഥനാണ്. അതുകൊണ്ട് ഗുരുവിനെ നിങ്ങൾ വന്ദിക്കണേ, ഗുരുവിന് നിങ്ങൾ ശുക്ർ ചെയ്യണേ. നന്ദി ചെയ്ത് ശുക്റായിട്ട് നിങ്ങൾ സുജൂദ് ചെയ്യണേ. മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്യുകയാണ്. പക്ഷേ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്തു. ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഈൻ. എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. പക്ഷേ ഇല്ല ഇബ്ലീസ് ഒഴികെ. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. പ്രിയപ്പെട്ടവരെ, ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മാത്രം സുജൂദ് ചെയ്തില്ല. സുജൂദ് ചെയ്യാതെ മാറി നിന്നപ്പോ അല്ലാഹു തആല അവനെ ആട്ടിയോടുക്കുകയാണ്. അല്ലാഹു അവനെ ആട്ടിയോടിച്ചു, സ്വർഗത്തിൽ നിന്ന് പായിപ്പിച്ചു. ഇനി ഇവിടെ ഒരു സെക്കൻഡ് നിനക്ക് നിൽക്കാൻ അർഹതയില്ല. നീ എതിര് പ്രവർത്തിച്ചവനാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ ഇതാ ആട്ടിയോടിക്കുന്നു. ഔദു ബില്ലാഹ്. നിന്നെ ആട്ടിയോടിച്ചിരിക്കുന്നു. സ്വർഗത്തിന്റെ 7 അകലത്തേക്ക് നീ വരാൻ പാടില്ല. അന്ന് ആട്ടിയോടിച്ചതാ. അന്ന് മുതൽ ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് മനുഷ്യരാകുന്ന നമ്മോട് പകയുണ്ട്, മനുഷ്യരാകുന്ന നമ്മോട് ദേഷ്യമുണ്ട്. എന്താ? അവനെ സ്വർഗത്തിൽ നിന്ന് ഓടിക്കാൻ കാരണം മനുഷ്യരാകുന്ന ആദം നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ആ ഇബ്ലീസ് പറയുകയാണ്, റബ്ബേ, ഈ ആദമിന്റെ സന്തതികളൊക്കെ ഞാൻ പഴപ്പിച്ചു കളയും. ആദമിന്റെ സന്തതികളൊക്കെ പഴപ്പിക്കലാണ് എന്റെ പരിപാടി. അതുകൊണ്ട് എനിക്ക് ഈ ലോകം അവസാനിക്കുന്നത് വരെ ജീവിക്കാൻ ആയുസ് വേണം. അല്ലാഹു തആല ആയുസ് കൊടുത്തു. ലോകം അവസാനിക്കുന്നത് വരെ ജീവിക്കാൻ ആയുസ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഓ ഇബ്ലീസേ, എന്റെ യഥാർത്ഥ അടിമകളെ നിനക്ക് പഴപ്പിക്കാൻ കഴിയില്ല. നിനക്ക് കഴിയുന്നവരേക്ക് നീ പഴപ്പിച്ചോ. നരകം ഞാൻ നിന്റെ ആളുകളെ കൊണ്ട് നിറക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഭൂമി ലോകത്തേക്ക് വന്ന നാമൊക്കെ എത്ര ഇബാദത്താണ് ചെയ്യുന്നത് എന്ന് നാമൊക്കൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അടുത്ത ദിവസങ്ങളിലായി നമുക്ക് വളരെയധികം സങ്കടപ്പെട്ട വാർത്തകളാണ് വന്നിരുന്നത്. നമുക്ക് മഴയില്ലാതെ വളരെ വിഷമങ്ങളും പ്രയാസങ്ങളും, വെള്ളം കുടിക്കാൻ കിട്ടാതെ ചൂട് കൊണ്ട് വലഞ്ഞ് ആകെ പ്രയാസങ്ങളും വിഷമങ്ങളുമായി നാം റബ്ബിലേക്ക് കൈ ഉയർത്തിയ സമയങ്ങളുണ്ട്. റബ്ബേ, ഞങ്ങൾക്ക് മഴ നൽകണമെന്ന് പറഞ്ഞ സമയമുണ്ട്. അങ്ങനെ നമുക്ക് ദുആ ചെയ്ത് അല്ലാഹു സുലഭമായി മഴ നൽകിയപ്പോ ആ മഴ കൊണ്ട് അല്ലാഹു നമ്മെ അങ്ങ് പരീക്ഷിച്ചു. അതാ വെള്ളം കയറാത്ത സ്ഥലങ്ങളില്ല. നമ്മൾ കണ്ടില്ലേ വയനാട് ആ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയിട്ട് എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. എത്രയെത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ്, എത്രയെത്ര സ്ത്രീകളാണ്, പുരുഷന്മാരാണ്, എത്ര വയസ്സുള്ള ആളുകളാണ്, വൃദ്ധരാണ്, എത്ര ചെറിയ ചെറിയ പൈതങ്ങളാണ് ആ മണ്ണിന്റെ അടിയിൽ ഇന്നും കിട്ടാതെ, ഇന്നും ശരീരങ്ങൾ ലഭിക്കാതെ നൂറുകണക്കിന് ആളുകൾ ആ മണ്ണിനടിയിലില്ലേ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പാഠങ്ങളാണ്. ഈ ഭൂമി ഒരു ദിവസം നശിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കാർക്കുമില്ല. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഒരു തർക്കവും
ഉണ്ടാവുകയില്ല. ഈ ലോകം അത് അവസാനിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ അടുത്ത ദിവസത്തിൽ ഒരു വാർത്ത കണ്ടു. ചന്ദ്രൻ ഇതാ ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമണ്ഡലം ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ ഭൂമിയോട് അടങ്ങുന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്ത്യനാള്, ആ അന്ത്യനാള് വിളിപ്പാട് അകലെ തന്നെയാണ്. നമുക്കറിയാമല്ലോ, മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഞാനും അന്ത്യനാളും ഇതേപോലെയാണ്, ഈ രണ്ട് വിരലുകൾ പോലെയാണ്. ഞാൻ പ്രവാചകനായി വന്നതോടുകൂടി അന്ത്യനാള് നിങ്ങൾ പ്രതീക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട്. ആ അന്ത്യനാള് വരുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ലക്ഷണങ്ങൾ നൽകും. ഓരോ കാലത്തും ഓരോ ലക്ഷണങ്ങള് നമുക്കറിയാം. ഇതിനു മുമ്പ് ഒരു പ്രളയം നമുക്ക് വന്നിരുന്നു. ആ പ്രളയം അതിന്റെ എത്രയോ 30ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് അതിലും വലിയതായ ഒരു പ്രളയം ഈ നമ്മുടെ നാട്ടിലൊക്കെ വന്നത്. അതൊക്കെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം ഈമാൻ വളർത്താൻ വേണ്ടി, ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ദിവസവും ഖുർആൻ ഓതാൻ നമുക്ക് സമയമുണ്ടോ? ദിക്റുകളും ഔറാദുകളും ചൊല്ലാൻ നമുക്ക് സമയം ലഭിക്കുന്നുണ്ടോ? നേരത്തിന് നിസ്കരിക്കാൻ തന്നെ നമുക്ക് സമയം ലഭിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം കൃത്യമായി നിർവഹിച്ചാൽ റബ്ബിന്റെ കോട്ടിലേക്ക് ചെല്ലുമ്പോ നമുക്കൊക്കെ സന്തോഷത്തിന് വകയുണ്ട്. ഈ ലോകത്ത് ഇന്ന് ജീവിച്ച് നാളെ നാം അങ്ങ് മരിച്ചു പോകാം. നാം മരിച്ചു ചെന്നാൽ ഖബറിലേക്ക് ചെല്ലുമ്പോ ആ ഖബറിൽ നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂട്ടുകാരുണ്ടാവുകയില്ല. ആ ഖബറിൽ നമ്മെ സഹായിക്കാൻ നമ്മുടെ ആരും ഉണ്ടാവുകയില്ല. നാം ചെയ്ത സൽക്കർമ്മങ്ങളല്ലാതെ, നാം ചെയ്ത അമലുകളല്ലാതെ, നാം ചെയ്ത ഇബാദത്തുകളല്ലാതെ ആ ഖബറിലേക്ക് നമ്മെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്ക് വേണ്ടി തയ്യാറാക്കി വെക്കുന്ന ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്നവരാണ് നല്ല ബുദ്ധിയുള്ള ആളുകൾ എന്ന് മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫയാണ്. ഒന്നാം ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെയധികം പണമുള്ള ആളായിരുന്നു. ആ പണമൊക്കെ ഇസ്ലാമിന് വേണ്ടി അവർ വിനിയോഗിച്ചു. ആ പണമെല്ലാം ഇസ്ലാമിന് വേണ്ടി ധർമ്മം ചെയ്തു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്ന് പൊട്ടിക്കണമെന്ന്, അതിനേക്കാൾ ഒന്ന് വിജയിക്കണമെന്ന് കരുതി നടക്കുന്ന മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോ സ്വതക്ക ചെയ്യാൻ പറഞ്ഞാലും, എന്ത് പ്രവർത്തനം പറഞ്ഞാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്, വിജയിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തോന്നി, എനിക്ക് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഒന്ന് വിജയിക്കണം. ഹബീബായ നബി തങ്ങള് അവിടെ നിന്ന് പറഞ്ഞു, മക്കളെ, ഇസ്ലാമിന് വേണ്ടി നിങ്ങളൊക്കെ ധർമ്മം ചെയ്യണം. സ്വഹാബത്തവരുടെ കൈകളിലുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുവന്നു. അവിടെ കയ്യിലുള്ള പണം കൊണ്ടുവന്നു, വസ്ത്രങ്ങൾ കൊണ്ടുവന്നു, വീട്ടു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന സാധനങ്ങളുണ്ട് അവിടെ. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചാക്കുകെട്ടുകളുമായി വരികയാണ്. തന്റെ സമ്പത്തുമായി കടന്നു വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും തന്നെ മാറ്റിവെക്കാതെ എല്ലാം ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നു നബിയെ. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി എന്താണ് മാറ്റിവെച്ചത്? അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല നബിയേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, കുടുംബത്തിന് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ എല്ലാം ഇസ്ലാമിന് വേണ്ടി ധർമ്മം ചെയ്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കടത്തിവെട്ടാൻ ഒരാൾക്കും സാധ്യമല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം കൊണ്ടുവന്നു, പകുതി കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിജയിക്കാൻ ഒരാൾക്കും കഴിയില്ല.
എന്റെ പ്രിയപ്പെട്ടവർ, ഏത് വിഷയത്തിലും മുന്നിലായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് അള്ളാഹുവിനെ ഓർത്ത്, നാളത്തെ പാരത്രിക ലോകത്തെ ഓർത്ത് കരഞ്ഞ് ഈ രണ്ട് കവിളുകളിലൂടെ കണ്ണുനീരൊഴുകിയിട്ട് അവിടെ കറുത്ത പാടുകൾ വീണിരുന്നു. അള്ളാഹുവിനെ ഓർത്ത് അന്ത്യദിനത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ട് അവിടെ രണ്ട് കണ്ണിന്റെ ഈ കവിളിന്റെ ഭാഗങ്ങളിൽ കണ്ണുനീര് ഒലിച്ചിട്ട് അവിടെ അടയാളം വീണിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ കരയുകയാണ്. ഖബറങ്ങ് കാണുമ്പോഴേക്ക് പൊട്ടി പൊട്ടി കരയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനെ കുറിച്ച് പറയാറുണ്ട്. പറയലങ്ങ് കേൾക്കുമ്പോഴേക്ക് ഉസ്മാൻ തങ്ങൾ കരഞ്ഞുപോയി. അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിപ്പോയി. അവരുടെ കൂട്ടുകാർ ചോദിച്ചു, ഉസ്മാൻ തങ്ങളെ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഹബീബായ നബി തങ്ങൾ നരകത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ, നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് പറയാറുണ്ടല്ലോ, നരകത്തിന്റെ ഭീകര ദൃശ്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഉസ്മാൻ തങ്ങളെ, നിങ്ങൾ കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ നബി തങ്ങൾ ഖബറിനെ കുറിച്ച് മാത്രം പറയുമ്പോ നിങ്ങൾ എന്താണ് കരയാൻ കാരണം തങ്ങളെ? അവരുടെ കൂട്ടുകാര് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറയുന്നു, കൂട്ടുകാരെ, ഞാൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞിട്ട് എന്നെ ആദ്യമായിട്ട് എന്റെ കൂട്ടുകാരും എന്റെ കുടുംബക്കാരും എല്ലാവരും കൂടി എന്നെ ചുമന്നുകൊണ്ട് മയ്യത്ത് കട്ടിലിൽ കയറ്റിയിട്ട് ചുമന്നു കൊണ്ടുപോയി എന്നെ കബറാകുന്ന 6 അടി മണ്ണിലേക്ക് വെക്കുകയാണ്. കൂരിരുട്ടുള്ള സമയമാണ്, ആരും സഹായിക്കാനുള്ള ഇല്ലാത്ത സമയമാണ്, ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത വീടാണ്, മണ്ണിന്റെ തലയടിയാണ്, മണ്ണിന്റെ വിരിപ്പാണ്. അവിടെ കൂട്ടുകാരില്ല, അവിടെ നാട്ടുകാരില്ല, കുടുംബക്കാരില്ല, അന്ന് അത്യധികം സ്നേഹിക്കുന്ന ഭാര്യ പോലുമില്ല, നമുക്ക് വേണ്ടി കരയുന്ന നമ്മുടെ മക്കളില്ല, ആരും തുണയാകാത്ത ഖബർ. ആ ഖബറിലേക്ക് എന്നെ കൊണ്ടുചെന്ന് വെച്ചാൽ ആ ഖബറിൽ ഞാൻ ഏകനാണ്, തനിച്ചാണ്, ഒറ്റക്കാണ് എന്നൊരൊറ്റ ബോധ്യത്തിലാണ് ആ ഖബറിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ ഞാൻ കരയുന്നത്, ആ ഖബർ കാണുമ്പോ ഞാൻ കരയുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നാൽ മഹ്ശറിലേക്ക് ഞാൻ ചെന്നാൽ എനിക്കവിടെ ഒരുപാട് ആളുകളെ കാണാം. അത് കഴിഞ്ഞ് ഞാൻ നരകത്തിലേക്ക് പോവുകയാണെങ്കിലും അവിടെയും എനിക്ക് ഒരുപാട് ആളുകളെ കാണാം, എനിക്ക് കൂട്ടുകാരായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാകാം. സ്വർഗത്തിലാണെങ്കിലും ഒരുപാട് ആളുകളുണ്ട്. ഈ ഖബറാകുന്ന വീട്ടിൽ മാത്രമാണ് ഞാൻ ഏകനായി ഒറ്റക്ക് ഒരാളുടെയും സഹായമില്ലാതെ കഴിയേണ്ടത്. അതുകൊണ്ട് ആ ഖബർ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നത് കൂട്ടുകാരെ എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദിവസവും എത്ര സമയങ്ങൾ നാം ഖബർ കാണുന്നു? ആ ഖബർ കണ്ടിട്ട് നമുക്ക് ആർക്കെങ്കിലും കരച്ചിൽ വരുന്നുണ്ടോ? ഖബർസ്ഥാനിലൂടെ കടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ അകത്ത് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ആ ഖബറാളികളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറുകൾ സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ, ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളെ ഓതിയതും ചൊല്ലിയതും ഒക്കെ അതിന്റെ മിസ്ലു സവാബ് ആ ഖബറുകളിലേക്ക് അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബറിന്റെ ആ ഭാഗത്തു കൂടി പോകുമ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കണം, നമ്മുടെ ശറഅ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ തന്നിട്ടുണ്ട്. സ്ത്രീകൾ പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ പള്ളിക്കാട്ടിലൊക്കെ ചില സമയത്തുണ്ടാവും കുറെ ഫാമിലി ആളുകൾ വന്നിട്ട്
വണ്ടിയിൽ വന്ന് ആളുകൾ ഒരുപാട് വന്ന് സ്ത്രീകളും പുരുഷന്മാരൊക്കെ വന്ന് അവിടൊക്കെ സിയാറത്ത് ചെയ്യുന്ന ഖബർസ്ഥാനിൽ നടക്കുന്ന ഒരു അവസ്ഥ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ശറഅ നമുക്ക് അതിന് അനുവാദം നൽകിയിട്ടില്ല. സ്ത്രീകൾ ഖബർസ്ഥാനിൽ പോകാൻ പാടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയേക്കാൾ ശ്രേഷ്ഠതയൊന്നും നമുക്കാർക്കും ഉണ്ടാവുകയില്ലല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തിട്ടുള്ളത്. ആ റൗള ഷരീഫ് ഉള്ളത്, ആ ഹുജ്റത്തു ഷരീഫ് ഉള്ളത് ആയിഷ ബീവിയുടെ വീടാണ്. ആ വീട്ടിൽ ഹബീബായ നബി തങ്ങളെ മറവ് ചെയ്തപ്പോ ആയിഷ ബീവി അവിടെ സിയാറത്തിന് പോകാറുണ്ടായിരുന്നു. വീടാണ്, ഹബീബായ നബി തങ്ങളുടെ ഭർത്താവാണ്. അതിനുശേഷം ഉപ്പ മരണപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ടുവന്ന് ആ ഹുജ്റത്തു ഷരീഫയിൽ മറവ് ചെയ്തു. അപ്പോഴും ആയിഷ ബീവി സിയാറത്ത് ചെയ്യാറുണ്ട്. എന്താ കാരണം? ഒന്ന് ഭർത്താവാണ്, ഒന്ന് ഉപ്പയാണ്. അങ്ങനെ അതിനുശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണം നടത്തി വഫാത്തായപ്പോ അതിനു മുമ്പ് തന്നെ ഉമർ തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവിയോട് സമ്മതം ചോദിച്ചു, അവിടെ ഒരു ഖബറിന് സ്ഥലമുണ്ട്, ആ സ്ഥലം എനിക്ക് നൽകുമോ? ആയിഷ ബീവിക്ക് ഇവിടെ കിടക്കാൻ പൂതിയുണ്ട്. ആയിഷ ബീവിയോട് ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, ആ സ്ഥലം എനിക്കൊന്ന് തരുമോ? ആ മജൂസിയായ മനുഷ്യൻ കുത്തി മഹാനായ ഉമർ തങ്ങൾ രോഗത്തിൽ കിടക്കുമ്പോ, മരണത്തെ മല്ലടിച്ച് കിടക്കുമ്പോ ആയിഷ ബീവിയോട് സമ്മതം ചോദിക്കുകയാണ്. ആയിഷ ബീവി സമ്മതം കൊടുത്ത് എങ്ങനെ കൊടുക്കാതിരിക്കും? കരളിന്റെ കഷ്ണമല്ലേ, ഹബീബായ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ. അങ്ങനെ ഉമർ തങ്ങളെ അവിടെ മറവ് ചെയ്തതിന് ശേഷം ആയിഷ ബീവി പറയുകയാണ്, ഞാൻ ഹുജ്റത്തു ഷരീഫയിലേക്ക് ഞാൻ സാധാരണ ചെല്ലുന്നത് പോലെ ചെല്ലാറില്ല. കാരണം ഉമർ തങ്ങൾ അന്യ മനുഷ്യനാണ്, അന്യ ആളാണ്. മറ്റവന്റെ ഉപ്പയാണ്, ഭർത്താവാണ്. എനിക്ക് ചെല്ലുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഉമർ തങ്ങൾ അവിടെ മറവ് ചെയ്തതിനു ശേഷം ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകാറില്ല. പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കണം, സ്ത്രീകൾ ഖബർസ്ഥാനിലേക്ക് പോകരുത്. ഖബർ സിയാറത്ത് പുരുഷന്മാർക്ക് സുന്നത്തുണ്ട്. നമ്മുടെ ഒറ്റപ്പെട്ട ഒരു ഖബറാണെങ്കിലും ഒക്കെ, പക്ഷേ ആ ഖബർസ്ഥാനിൽ ഒരുപാട് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതെല്ലാവരും നമ്മുടെ കുടുംബക്കാരല്ല, അന്യ ആളുകളുണ്ട്. അതുകൊണ്ട് പോകരുത് എന്നാണ് ശറഅ പറയുന്നത്. ശറഅ പറഞ്ഞതിന്റെ അപ്പുറത്തൊക്കെ ചെയ്ത തെറ്റ് തന്നെയാണ്, ശിക്ഷക്ക് ഇട്ടും ഉറപ്പാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, നമുക്ക് നമ്മുടെ വീട്ടുകാർക്കും കുടുംബത്തിനൊക്കെ വേണ്ടി നമ്മുടെ സ്ത്രീകള്, നമ്മുടെ സഹോദരിമാര് വീട്ടിലിരുന്നു കൊണ്ട് യാസീൻ ഓതുക, അതുപോലെ തന്നെ ഇഖ്ലാസ് ഓതുക, അതുപോലെ ദിക്ർ ചൊല്ലുക, നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ കുടുംബത്തിലേക്ക് എത്തും, നമ്മളിൽ മരണപ്പെട്ടു പോയ ആളുകളിലേക്ക് എത്തും. അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ കഴിയാൻ അല്ലാഹു അവർക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മർമ്മപ്രധാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ അതിന് ജവാബ് കൊടുക്കണം. ഇപ്പൊ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. ബാങ്ക് കൊടുക്കുമ്പോ ജവാബ് കൊടുക്കാൻ മടി, വേറെ എന്തെങ്കിലും ജോലിയിലായി നമ്മൾ ഇങ്ങനെ ശൂലാവും. ആ ബാങ്ക് കൊടുക്കുമ്പോ ബാങ്ക് കൊടുക്കുന്നത് പോലെ പറഞ്ഞാൽ മതി. അത് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രയാണ് പ്രതിഫലം കിട്ടുന്നത്? ഒരു ബാങ്ക് കൊടുക്കുന്നത് കേട്ടാല് ആ ബാങ്ക് കൊടുക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, അത് എവിടൊക്കെ കേൾക്കുന്നു ആ വസ്തുക്കളൊക്കെ സാക്ഷി നിൽക്കുന്നു ആ ബാങ്ക് കൊടുക്കുന്നവന്, ബാങ്ക് കൊടുക്കുന്ന ആൾക്ക്. അതുകൊണ്ട് തന്നെ ബാങ്കിന് വളരെ ശ്രദ്ധതയുണ്ട്. ആ ബാങ്കിന് ജവാബ് കൊടുക്കുമ്പോഴും നമുക്ക് നാം ചൊല്ലുന്ന ശബ്ദം കേൾക്കുന്ന വസ്തുക്കളൊക്കെ നമുക്ക് സാക്ഷി നിൽക്കും. അതിനുശേഷം ആ ബാങ്ക് കൊടുത്തതിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഒരു ദുആ ചെയ്യണേ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജത റഫീഅത വബഅസഹു മഖാമൻ മഹ്മൂദൻ الذي വഅദതഹു വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. ഈ ഒരു ചെറിയ ദുആ, ഈ ദുആ ചെയ്താൽ എന്താണ് പ്രതിഫലം? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ഈ പ്രാർത്ഥന അത് നാം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വജബത്തു ലഹു ശഫാഅതി,
ബാങ്ക് കൊടുത്തിട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന ബാങ്കിന് ശേഷം ചൊല്ലുന്നവർക്ക് വജബത്ത് ലഹു ശഫാഅത്തി, നാളെ പാരത്രിക ലോകത്ത് മഹ്ശറയില് എല്ലാവരും ബേജാറിലായി ഓടിക്കൊണ്ടിരിക്കുമ്പോ, എല്ലാവരും പ്രയാസങ്ങളിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോ, വിയർപ്പ കണങ്ങളാൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ ശഫാഅത്ത് ലഭിക്കൽ നിർബന്ധമായ ആളുകളാണ് ഈ ബാങ്ക് കൊടുത്തതിന് ശേഷം ജവാബ് പറയുന്ന, അതിനുശേഷം ദുആ ചെയ്യുന്ന ആളുകളെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കിട്ടാൻ ഏറ്റവും വലിയ വഴി ബാങ്കിന് ശേഷമുള്ള ദുആ ആണ്. ഒരു മിനിറ്റ് പോലും ഇല്ല. എന്തേ നമുക്ക് പതിവാക്കിക്കൂടെ? അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമുക്ക് വുളൂ ചെയ്യുന്നവരാണ്, നിസ്കാരത്തിന് വേണ്ടി അല്ലാത്ത വിഷയങ്ങൾക്കൊക്കെ വേണ്ടി വുളൂ ചെയ്യുന്നവരാ. എന്തിനാണ് പ്രിയപ്പെട്ടവരെ വുളൂ ചെയ്യുന്നത്? വുളൂ ചെയ്യുമ്പോ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിൽ നിന്നും ആ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല വീഴ്ത്തിക്കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം മുൻകൈ കഴുകുമ്പോ മുൻകൈ കൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു തആല ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴുക്കി കളയുകയാണ്. മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുമ്പോ അതിനോട് നാം ശ്വസിച്ചതും അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നു. മുഖം കഴുകുമ്പോ മുഖം കൊണ്ട് ചെയ്ത, കണ്ണുകൊണ്ട് ചെയ്ത ആ ദോഷങ്ങളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. കൈ കൊണ്ട് ചെയ്ത ദോഷങ്ങൾ കൈ കഴുകുമ്പോ പോകുന്നു. തല കൊണ്ട് ചെയ്തത്, അതുപോലെ ചെവി കൊണ്ട് ചെയ്തത്, കാലുകൊണ്ട് ചെയ്ത ദോഷങ്ങളൊക്കെ ആ അവയവങ്ങളൊക്കെ കഴുകുമ്പോ തടവുമ്പോ അതൊക്കെ പോവുകയാണ്. ആ വുളൂ ചെയ്ത് പ്രിയപ്പെട്ടവരെ നാം രണ്ട് കൈകളും കണ്ണും മേൽപോട്ട് ഉയർത്തി ഒരു ദുആ ചെയ്യാൻ വേണ്ടി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ ദുആ? أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على خير خلقه سيدنا محمد ഈ ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ഈ നാം മേൽപോട്ട് കണ്ണുകൾ ഉയർത്തി കൈ ഉയർത്തിയിട്ടെന്ന് ദുആ ചെയ്താൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ദുആ ചെയ്ത മനുഷ്യന് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറന്നു കൊടുക്കും. ആ കവാടങ്ങളിൽ ഏതിലൂടെ വേണമെങ്കിലും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയൊരു ദുആ, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ഈ ദുആ പ്രിയപ്പെട്ടവരെ വുളൂ ചെയ്ത് നാം ഇങ്ങ് നിന്ന് ഖിബലയിലേക്ക് തിരിഞ്ഞ് കണ്ണും കയ്യും മേൽപോട്ട് ഉയർത്തി നാം ഇന്ന് ചെയ്താൽ സ്വർഗത്തിന്റെ 8 കവാടം തുറക്കപ്പെടും. ശഫീഉനാ റസൂലുള്ളാഹി. എന്തേ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിക്കൂടെ? നാം ഇന്ന് തീരുമാനിക്കുക, ഇനി ഞാൻ ബാങ്കിന് ജവാബ് കൊടുക്കും, ബാങ്കിന്റെ ശേഷം ദുആ ചെയ്യും. അതുപോലെ തന്നെ വുളൂ ചെയ്താൽ ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ അങ്ങോട്ട് മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, നാം അതിന് വേണ്ടി പ്രതിജ്ഞ ചെയ്ത് അത് നടപ്പിൽ വരുത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നമ്മുടെ മക്കളൊക്കെ നമുക്കറിയാം, കൊറോണ കഴിഞ്ഞതിന് ശേഷം മക്കൾക്കൊക്കെ പലവിധ പ്രശ്നങ്ങളാണ്. പഠനത്തിൽ പിന്നോക്കം പോകുന്ന കുട്ടികൾ, അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികൾ, പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല എന്ന രക്ഷിതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പരിഹാരം എന്താണ്? നമ്മുടെ മക്കൾ നല്ലവരായി വളരണ്ടേ? നമ്മുടെ മക്കൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? അതിനൊക്കെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നമ്മുടെ മക്കൾക്ക് എപ്പോഴും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കണം. അവര് ചെവി കൊള്ളുന്നില്ലെങ്കിലും നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ മക്കൾ അത് നമ്മുടെ സമ്പത്താണ്. നാളെ സ്വർഗം നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാവാൻ നമ്മുടെ മക്കൾ കാരണമാവരുത്. ആ മക്കൾ പറയരുത്, എന്റെ ഉപ്പയും ഉമ്മയും എന്നെ പഠിപ്പിക്കാത്തത് കൊണ്ട്, എനിക്ക് പറഞ്ഞു തരാത്തത് കൊണ്ട് എനിക്ക് നരകത്തിൽ കടക്കേണ്ടി വന്നു. റബ്ബേ, അവരെ കൊണ്ടുവന്ന് അവരുടെ പുറത്തു കയറി നിന്നിട്ടെങ്കിലും ഈ നരകത്തിന്റെ ചൂടെന്ന് ഒരല്പം ആശ്വാസം കിട്ടണേ, ഞങ്ങൾക്ക് നൽകണേ എന്ന് റബ്ബിനോട് പറയുന്ന മക്കൾ നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മുടെ മക്കളെ നാം നല്ല കുട്ടികളായി വളർത്തണം.
അതിന് നമ്മളത് ചെയ്ത് ശീലിപ്പിച്ചാൽ നമ്മുടെ മക്കളും അതേപോലെ തന്നെ ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് വേണ്ടത് നമ്മുടെ വീടുകൾ, നമ്മളൊക്കെ നല്ല വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വീട്ടിലേക്ക് നാം കടന്നു വരുമ്പോ നാം വലത് കാല് വെച്ച് കയറുക. വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ച് കയറണം. അതോടുകൂടി നാം ആ വീട്ടിലേക്ക് അങ്ങ് കയറുമ്പോ ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലാ റബ്ബിനാ തവക്കൽനാ. ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കണം. ഇത് വീട്ടിലേക്ക് കടക്കുമ്പോൾ നാം ചൊല്ലണം. ഇത് ചൊല്ലിയാൽ നാം പുറത്തു നിന്ന് കടന്നു വരുമ്പോ നാം മുമ്പ് പറഞ്ഞ നമ്മുടെ ഇബാദത്തുകൾ തടസ്സപ്പെടുത്താനുള്ള ഇബ്ലീസും കൂട്ടരും നമ്മുടെ പിന്നാലെ ഉണ്ടാകും. നാം വീട്ടിലേക്ക് കയറുമ്പോ ഈ ദിക്ർ ചൊല്ലാതെ അള്ളാഹുവിനെ സ്മരിക്കാതെയാണ് വീട്ടിലേക്ക് കടക്കുന്നതെങ്കിൽ ആ ഇബ്ലീസും കൂട്ടരും നമ്മോട് കൂടെ വീട്ടിലേക്ക് കടന്നു വരും. ഇബ്ലീസ് വിളിച്ചു പറയും, ഓ ആളുകളെ ഓടി വരി, നമുക്കിതാ കിടന്നുറങ്ങാൻ ഒരു സങ്കേതം കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പോരും എന്ന് പറഞ്ഞ് ഇബ്ലീസിനെ മൊത്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. ഇബ്ലീസ് നമ്മുടെ വീട്ടിൽ കയറിയ പിന്നെ നമ്മുടെ മക്കൾ നന്നാകുമോ? പിന്നെ നമ്മുടെ വീട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കടക്കുമ്പോ വലത് കാല് വെച്ച് കയറണം. അവിടെ നിന്ന് ബിസ്മില്ലാഹി വലജ്ന ബിസ്മില്ലാഹി ഖറജ്ന വഅലാ റബ്ബിനാ തവക്കൽനാ നമ്മൾ ഈ ദുആ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് എടുക്കുകയാണെങ്കിലും ബിസ്മില്ലാഹ്, ചുരുങ്ങിയത് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ടെങ്കിലും നാം അത് എടുക്കണം. കൊടുക്കുകയാണെങ്കിലും ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് നാം കൊടുക്കണം. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നാം ഇരിക്കുന്നതിന് മുമ്പ് തന്നെ കൈയും വായും ഒക്കെ കഴുകണം. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്കെ പറഞ്ഞിട്ട് തന്നെ നാം ഭക്ഷണം കഴിക്കണം. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. കുടുംബത്തിൽ സന്തോഷമുണ്ടാവാൻ വളരെയധികം ഉപകാരമുള്ള കാര്യമാണ്. ഇന്ന് നാം പല സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല. രോഗങ്ങൾ മാറുന്ന സമയമില്ല. അതല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ വന്നിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കൂട്ടായ്മ ഇല്ലാതെയായ ഒരു പ്രശ്നം കൊണ്ടാണ്. അതുപോലെ നാം ബാത്റൂമിലേക്ക് നാം കയറുമ്പോ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബാത്റൂം, ടോയ്ലറ്റ് പിശാചിന്റെ സങ്കേതമാണ്. അവിടെ പിശാചുക്കൾ ഉറപ്പായിട്ടും ഉണ്ടാകും. നമ്മൾ എത്ര ലക്ഷത്തിന്റെ വീട് വെച്ചാലും, കോടിയുടെ ടോയ്ലറ്റ് ഉണ്ടാക്കിയാലും, സ്വർണം കൊണ്ട് ക്ലോസറ്റ് ഉണ്ടാക്കിയാലും ഇബ്ലീസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല. ഇബ്ലീസ് അവിടെ ഉണ്ടാകും. അവനും അവന്റെ ആളുകളും ഉണ്ടാകും. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ ബാത്റൂമിലേക്ക് നീ കയറുമ്പോ ഇടത് കാല് വെച്ചാണ് കയറേണ്ടത്. ബാത്റൂമിൽ കയറുമ്പോ ഇടത് കാല് വെച്ച് കയറണം. അവിടെ കയറുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടേ അങ്ങ് കടക്കാൻ പാടുള്ളൂ. പിശാചിന്റെ സങ്കേതമാണ്. അവിടെ നിന്ന് കാര്യങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചു പോരുമ്പോ ഖുർആനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽ അദാ വഅഫാനി اللهم طهر قلبي من النفاق واحسن فرجي من الفواحش. ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇടത് കാല് വെച്ച് നാം ബാത്റൂമിൽ നിന്ന് ഇറങ്ങണം. ഇനി വലത് കാല് വെച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങണം. ഇടത് കാല് വെച്ച് ബാത്റൂമിലേക്ക് കയറണം. വലത് കാല് വെച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇതിന് എതിര് ചെയ്താൽ ഇവിടെയാണ് പ്രശ്നമുള്ളത്. മഹാന്മാരായ ആളുകൾ പറയുന്നു, വലത് കാല് വെച്ച് കയറണം എന്ന് പറഞ്ഞിടത്തേക്ക് ഇടത് കാല് വെച്ച് കയറി, ഇടത് കാല് വെച്ച് കയറണം എന്ന് പറഞ്ഞിടത്തേക്ക് വലത് കാല് വെച്ച് കയറിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആ വീട്ടിൽ ബറക്കത്തുണ്ടാവുകയില്ല. എതിര് ചെയ്യാൻ പാടില്ല, കറാഹത്ത്. അതുണ്ടായാൽ അവിടെ ബറക്കത്തുണ്ടാവുകയില്ല. വീട്ടിൽ സമ്പത്ത് നിൽക്കുന്നില്ല, വീട്ടിൽ ബുദ്ധിമുട്ടുകളാണ്, വിഷമങ്ങളാണ്. പ്രിയപ്പെട്ടവർ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് കൃത്യമായി ചെയ്യുക. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നാം ഇടത് കാല് വെച്ചിട്ട് ഇറങ്ങണം. വലത് കാല് വെച്ചല്ല ഇറങ്ങേണ്ടത്, ഇടത് കാല് വെച്ചാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ചിറങ്ങണം. എന്നിട്ടോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്,
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ ചൊല്ലണം. നമ്മുടെ മക്കളൊക്കെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോ, സ്കൂളിലേക്ക് മദ്രസയ്ക്കൊക്കെ പറഞ്ഞയക്കുമ്പോ മക്കളോട് ഇത് ചൊല്ലാൻ വേണ്ടി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഓർമ്മപ്പെടുത്താം. കുറച്ചങ്ങനെ ചെയ്താൽ അവർ അത് നിത്യമായി ചെയ്തുകൊള്ളും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലൊക്കെ സന്തോഷവും റാഹത്തും നിലനിർത്തി തരും. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നല്ല സന്തോഷമുള്ള കുടുംബങ്ങളാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബേ, ഈ മഹവറ ഇന്നിവിടെ നടത്താൻ നേർച്ചയാക്കിയ ഇവർ എന്ത് ഉദ്ദേശങ്ങളാണെങ്കിലും അവിടൊക്കെ എല്ലാ ഹലാലും ഹൈറുമായ ഉദ്ദേശങ്ങളെയും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ല സംരക്ഷണം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹൈറായ ബറക്കത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബങ്ങളെ പോറ്റാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ പിതാവിന് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ. രോഗികളായി കിടക്കുന്നവർക്ക് നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ.